നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. വിസ്മയങ്ങളെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയാകുന്നു. കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ജയിച്ചവർ പുതിയ CPM ഉണ്ടാക്കുന്നു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ സതീശൻ പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് കാണിച്ചു കൂട്ടിയ വിസ്മയങ്ങൾ പലതും കോൺഗ്രസിനും UDF-നും തിരിച്ചടിയായി മാറും എന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നു. CPM നേതൃത്വവുമായി ഇടഞ്ഞുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ ചേരുകയും ജയിച്ചു വരികയും ചെയ്ത നേതാക്കൾ പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചുകൊണ്ട് സ്വന്തമായി പ്രവർത്തിക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. ഇതിനായി ഇപ്പോൾ രണ്ടുവട്ടം നേതാക്കളുടെ യോഗം നടന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ CPM വിട്ടുകൊണ്ട് പുറത്തു വന്ന UDF പിന്തുണയോടെ വിജയിച്ച TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും, അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ UDF-ൽ ചേർന്ന് ജയിച്ച G സുധാകരനും മത്സരിച്ച് പരാജയപ്പെട്ട പാലക്കാട് CPM മുൻ നേതാവ് PK ശശിയും മത്സരിച്ചു തോറ്റ ഐഷ പോറ്റി തുടങ്ങിയവരുടെ സംയുക്ത നീക്കമാണ് പുതിയ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിനായി നടന്നു വരുന്നത്. അമ്പലപ്പുഴയിൽ ജയിച്ചു വന്ന മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ സുധാകരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുതിയ പാർട്ടി രൂപീകരണമാണ് ഇപ്പോൾ ആലോചനയിലുള്ളത്. നേരത്തെ CPM വിട്ട് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയതാണ് CMP. പഴയ MP രാഘവൻ ഉണ്ടാക്കിയ മന്ത്രി CP ജോൺ കൊണ്ടു നടക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CMP. ഇവരെല്ലാം ഈ പുതിയ പാർട്ടി രൂപീകരണത്തിൽ പങ്കാളിയാകും എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന മറ്റു ചില ചെറിയ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ പുതിയ കൂട്ടായ്മയിൽ പങ്കുചേരും എന്നും അറിയുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ ഇപ്പോഴത്തെ പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായ CPM-ഉം CPI-യും ചരിത്രത്തിലെ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. രണ്ട് പാർട്ടികളുടെ നേതൃത്വത്തോട് പ്രവർത്തകർ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും തത്വങ്ങളും മറന്നുകൊണ്ട് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതാക്കൾ പ്രവർത്തിച്ചു എന്ന് പാർട്ടി കമ്മിറ്റികളിലെല്ലാം രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. രണ്ട് പാർട്ടികളുടെയും താഴെത്തട്ടിലെ പ്രവർത്തകർ വലിയ നിരാശയിലാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ഒരു പുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വന്നാൽ രണ്ട് പാർട്ടികളിലെയും പ്രവർത്തകർ പുതിയ പാർട്ടിയിലേക്ക് ഒഴുകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നന്ദി, നമസ്കാരം.